നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 437 കല്ലിൽ തീർത്ത സ്റ്റെപ്പുകൾ കയറി തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ടിന്റെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാലേ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല കേട്ടോ. അങ്ങ് ദൂരേറ്റ് അവിടെ ഒരു ക്ഷേത്രം കാണാം കേട്ടോ. ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയപ്പോഴേ അരുൾമിക്കു പഞ്ചവൈലി ടെമ്പിൾ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായിരിക്കും. അവിടെ 2-3 ഇതുപോലത്തെ ക്ഷേത്രങ്ങളുണ്ട്. അടുത്ത ഇത് കണ്ടല്ലേ, ചെറിയ ചെറിയ കോവിൽസൊക്കെ വേറെയുണ്ട്. ഇത് കണ്ടില്ലേ, 2 എണ്ണം വേറെയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഭാഗത്തായിട്ട്. ഇവിടെ 3 എണ്ണം വേറെ ഇരിക്കുന്നത്. ഇത്ര അടുത്താന്ന് നോക്കി ഉള്ള. ഇതിനകത്ത് ഏതാണെന്ന് തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. അവിടെ ചെന്ന് കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കിയാലൊന്നും ശരിയാകത്തില്ല. അവിടെ എവിടെയോ ഭയങ്കര ഒരു വാദ്യമേളമൊക്കെ കേൾക്കുന്നുണ്ട്. റോഡൊക്കെ അങ്ങ് ദൂരെയാണ്. കാറൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കാറും ബസ്സൊക്കെ ചെറുതായിട്ട് പോകും. ഭയങ്കര വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങ് ദൂരത്തെ ഹൈവേ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര കാറ്റും അതിന് മുകളിൽ. അടിപൊളി. നമ്മളിവിടെ വന്ന് കയറിയതിൻ്റെ ആ ക്ഷീണമെല്ലാം അങ്ങ് മാറി കേട്ടോ. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിനകത്ത് ഈ ഒരു ഇമേജാണ് കാണിക്കുന്നത്. കാരണം അപ്പോൾ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ചെറുതായിട്ട്. ഞാൻ തപ്പി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഇതുപോലത്തെ ഒരു ഇമേജാണ്. ഈ ബ്ലൂ കെട്ടിടമൊക്കെ കാണിച്ചു കഴിഞ്ഞത്. താഴെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ. ഇവിടെ സ്പോട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ഇങ്ങനെ വെട്ടടിപ്പിക്കാൻ്റെ യെല്ലോ ലൈറ്റാണ്. അതിന് ക്ഷേത്രത്തിൻ്റെ കോവിൽ ഇതാണ്, മുകളിലാണ്. അപ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് വെച്ചിരിക്കുന്ന ലൈറ്റ്. എന്നാൽ അങ്ങോട്ട് പാറയിൽ കൂടി പടി എത്തിയിരിക്കുകയാണ്. അതിങ്ങനെ ചെരിഞ്ഞാണ് പോകുന്നത്. സ്പൈറൽ സ്റ്റെയർ കേസ് പോലെ പോകുന്നത് മുകളിൽ വരെ. അത് കാണും മുകളിൽ. ഇങ്ങോട്ടൊക്കെ കയറി വീഡിയോ എടുത്തോ, പക്ഷേ കോവിലിനകത്തൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു. അത് ശരിയാണ്, ദൈവങ്ങളുടെ ഫോട്ടോ എടുക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കാണിക്കും. ഞാനിങ്ങനെ ഈ സൈഡിൽ കൂടെ കയറാൻ നോക്കി. ആ സൈഡിൽ കൂടെ കയറാൻ നോക്കിയിട്ട് തെന്നി ആ സൈഡിലേക്ക് തെറിച്ച് പോകാം കേട്ടോ. എന്നാ വെച്ചാൽ ആ സൈഡിലൊക്കെ ഒരു ചെരിവുണ്ട് കാണിക്കാം. കണ്ടോ, ചെരിഞ്ഞ് പോയിരിക്കുന്നുണ്ടോ. നമ്മൾ ബാലൻസ് പോയിട്ട് ആ സൈഡിലേക്ക് അങ്ങ് പോവുക. അതവിടെ ഇരുമ്പിൻ്റെ വെയിൽ കെട്ടിച്ചിരിക്കും എനിക്ക് തോന്നുന്നു. കയറി പോകേണ്ടത് ഇതുവഴിയാണ്. ഈ സൈഡിലൊരു ഇരുമ്പിൻ്റെ തന്നെ വരിയുമുണ്ട്. ഒരു ഓവരും കണ്ടില്ലേ. ഇവിടെ ഉണ്ട് ചെരുവിൻ്റെ പ്രശ്നം. നമ്മൾ ഇരുമ്പ് ഇവിടെ കൈവരിയിലൊക്കെ പോയി ഇടിക്കും. ഞാൻ കൈ പിടിക്കാനല്ല നടക്കുന്നത്. ഒരു കൈ ക്യാമറയുണ്ട്, കുടയും വെള്ളമൊക്കെയാണ്. ഇങ്ങനെ പതുക്കെ പതുക്കെ മുകളിലോട്ട് കയറിയേക്കാം. ഇവിടുത്തെ സ്റ്റെപ്പിന് ഹൈറ്റ് കുറവാണ്, കുഞ്ഞ് സ്റ്റെപ്പ്. കുറേ അണ്ണാന്മാർ കിടന്നു ഇങ്ങോട്ട് ഇങ്ങനെ കളിക്കുക കേട്ടോ. ഇതിനിടയിൽ കൂടി കാലെങ്ങനെ തെറ്റിക്കഴിഞ്ഞ പണിയാണ് കേട്ടോ. ഉരുണ്ടു പോകും താഴോട്ട്. രമ്മേ, ഇവിടെ കയറി കഴിഞ്ഞാലേ കംപ്ലീറ്റ് തിരുച്ചിറപ്പള്ളിയും സിറ്റിയും കാണാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചുമ്മാ പറയുന്നല്ലേ, ആ ദൂരേക്ക് വരെ കിടക്കുകയാണ്. ഇവിടെ പിന്നെ കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. അത് പിന്നെ ക്ഷീണം അറിയത്തില്ല. ചില കല്ലെല്ലാം ചവിട്ടിട്ടെ കയറാൻ പറ്റുന്നില്ല, തിന്നിപ്പോ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ ഇത്രയും പടിയിട്ട് കയറിയാൽ മതി മോളിച്ചല്ലേ. നിങ്ങൾ സ്ഥലക്ക് എന്താ ഊര്? തമിഴ്നാട്, ഇന്ത്യ, കേരള. കേരള കോവിലിൻ്റെ മുകളിൽ വന്നിരിക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റി അത് ഇവിടെ മുഴുവനെ കല്ലിൽ കുത്തി വെച്ചിരിക്കുക കേട്ടോ. എനിക്ക് പണ്ട് കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ്
കൊത്തിയത്. അതൊക്കെ ഏകദേശം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നോക്കി, ജസ്റ്റ് അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് പോയിട്ട് വരാം. ആ കെട്ടിടത്തിൻ്റെ മുകളിലേ തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തൃച്ചി രാധാസ് എന്നാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. വേണ്ട, അത് കണ്ടോ എഴുതി വെച്ചാൽ സോളാറാണ്. ഫുള്ള് സോളാർ പാനലാണ് കാണുന്നത്. കട്ടയൊന്നുമില്ല, ഫുൾ സോളാർ പാനൽ വെച്ചിരിക്കുക. അതിനകത്താണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫുൾ തിരിച്ച് കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കി, അങ്ങേയറ്റം വരെ, അങ്ങേയറ്റത്ത് വരെ കാണാം ഉണ്ടോ. അത് കഴിഞ്ഞും എത്ര മാക്സിമം വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ദേ അവിടെ മാറി വേറൊരു റോക്ക്. ആ റോക്ക് ഒരാളുടെ ഫേസ് പോലെ തോന്നുന്നുണ്ടല്ലോ. അത് കൊള്ളാം. ചുറ്റും ഇങ്ങനെ കടപ്പക്കല്ല് കൊട്ടിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു. ഇവിടെ വാട്ടർ ഡോക്ടർ വന്നിട്ട് വാട്ടർ ഫിൽറ്ററൊക്കെ ഇടുന്നു. വർക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ കൊണ്ട് പേര് എഴുതി വെച്ചിരിക്കുന്നു. അത് ശ്രദ്ധിച്ചോ, ഓരോരുത്തരുടെ പേര് ഈ കല്ലിന് കൊണ്ടിട്ട്. രാജ് മനോജ്. എൻ്റെ മുകളിലൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയിലാക്കുന്നു. അതൊക്കെ കല്ല, ശരിക്കും കരിക്കല്ല. അവിടെയൊക്കെ പെയിൻ്റ് അടിച്ചു കുമ്മായം പിടിച്ച് നശിപ്പിച്ചത്. ഇത് കണ്ടോ ഒരു സംഭവം, ഈ ഫാനിനകത്ത് കിളിക്കൂട. ഇവിടെ ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് കൂടിനകത്ത് ഇട്ടിരിക്കുന്നു. കയറിയ പോലെ തന്നെ ഇറങ്ങാനും ഭയങ്കര പാടാണ് കേട്ടോ. நீங்க சிடி சீட் வந்து மெட்ரிக் எடுத்து அந்த மாத்தி நான் இது பண்ணி கன்வே பண்ணிக்கிறேன். நீங்க உடன்றாங்க പടിയൊക്കെ ഇറങ്ങുമ്പോഴേ പേടി വരും. അതുപോലെയാണ് പടികൾ. ഓരോ പടികളും കൊത്തിയെടുത്ത് വേണ്ടേ, ഓരോ ഷേപ്പിലാണ്, ചെരുവിലൊക്കെ ഇരിക്കുന്നത്. വ്യത്യാസമായിട്ട് ചെരുവുകൾ. എനിക്ക് ഇറങ്ങുമ്പോൾ വീഴാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാട്ടോ. പിന്നെ ഗണപതി ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കേട്ടോ. അകത്ത് കയറി തൊഴുതിട്ടിറങ്ങി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഡെമു എക്സ്പ്രസ് ഉണ്ട്. രാവിലെ ഞാൻ വേളാങ്കണ്ണി നീടുന്ന ട്രെയിന്. അതിനുള്ള തിരക്കായപ്പോൾ കണ്ടത്. ഭയങ്കര ഇടി. രാത്രിയാകുമ്പോൾ അവിടെ ചെല്ലുന്നതാണ് ഈ ഡെമു എക്സ്പ്രസ്. തിരുച്ചിറപ്പള്ളി നാഗപട്ടണം വഴിയൊക്കെ പോകുന്ന ട്രെയിനാണ്.